മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം കഴിഞ്ഞാൽ ആരംഭിക്കും. ബാക്കി പോസ്റ്റ്മോർട്ടം അതുവരെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള സുരേഷ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ ഇവിടുത്തെ കൗൺസിലറാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഈ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നാട്ടുകാരെല്ലാം പറയുന്നത് ഇതിന് സ്ലാബുകളില്ല, അങ്ങനെ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അതെ, ഈ MLA റോഡ് വന്ന് ആ സമയത്ത് തന്നെ ഈ ഡ്രെയിനേജ് വന്നത്. ഏകദേശം 2 മീറ്റർ വീതിയുണ്ട്. ഒരു 3 കിലോമീറ്ററോളം നീളം വരുന്ന ഡ്രെയിനേജാണിത്. ഈ ഡ്രെയിനേജിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ്, കോവൂര്, ചേവായൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നും മഴക്കാലത്ത് അതിശക്തമായിട്ടുള്ള വെള്ളമൊഴുക്കം ഉണ്ടാവുക. അപ്പോൾ ആ വെള്ളമൊഴുക്കിനെ ഒരിക്കലും നമുക്ക് തടയാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല, ഈ സ്ലാബില്ലാത്ത വലിയൊരു അപകടം വരാനുള്ള സാധ്യതകൾ ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനെ അന്ന് 10 വർഷം മുമ്പേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പലരും വീണിട്ടുണ്ട്, പക്ഷേ ഒക്കെ രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷേ ഈ ശശി ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുന്നു ഞങ്ങളാരും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതിൻ്റെ മേലെയാണ് ബസ് സ്റ്റോപ്പുള്ളത്, ഡ്രെയിനേജിൻ്റെ മേലെയാണ് ബസ് സ്റ്റോപ്പുള്ളത്. കാരണം റോഡിൻ്റെ വീതി ഇല്ലാത്തതുകൊണ്ടാണ് ബസ് സ്റ്റോപ്പ് നമ്മൾ അതിൻ്റെ മേലെ പണിതത്. മാതൃഭൂമിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ ബസ് സ്റ്റോപ്പ് പണിതത്. അവിടെ ഇരിക്കുന്ന സമയത്താണ് ശശി തന്നെ ബാക്കോട്ട് വീണത്. അതിശക്തമായിട്ടുള്ള ഒഴുക്കാണല്ലോ വന്നത് ഇന്നലത്തെ മഴയത്ത്. ആ ഒഴുക്കപ്പെട്ട് പാലാഴീൻ്റെ എൻഡിലാണ് ഇത് മൃതദേഹം കിട്ടിയത് ഇന്ന് രാവിലെ. ഇന്നലെല്ലാം ഫയർഫോഴ്സും അതേപോലെ നാട്ടുകാരും പോലീസും നല്ല രീതിയിലുള്ള തെരച്ചിൽ നടത്തി. പക്ഷേ ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കലക്ക് വെള്ളമായിരുന്നു. കൂടാതെ ചണ്ടികൾ, വേസ്റ്റുകളെല്ലാം, കുപ്പികളെല്ലാം നിറഞ്ഞ ഒരു ഡ്രെയിനേജായി മാറി. അതുകൊണ്ടാണ് മൃതദേഹം ഇന്നലെ കണ്ടുകെട്ടാൻ. ആദ്യമായിട്ടല്ല ഇവിടെ അപകടം ഉണ്ടാവുന്നല്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടം വന്നത്. പക്ഷേ ഇതിന് മുമ്പും ആളുകൾ ഡ്രെയിനേജിൽ വീണുണ്ട്. അതാത് സമയത്ത് എണീറ്റ് വരിക ചെയ്തത്. മഴക്കാലത്ത് ഇത് ഓവർഫ്ലോ ചെയ്ത് ഒഴുകുക ചെയ്യുക. അത്രയ്ക്ക് ശക്തിയിലാണ് വെള്ളം ഒഴുകി വരിക. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അന്നേരത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ഒഴുക്കായിരുന്നു. ഒരാൾക്ക് അന്നേരം ഡ്രെയിനേജിൽ ഇറങ്ങാൻ പറ്റില്ല. നിരന്തരമായിട്ട് നാട്ടുകാരുടെ പരാതിയൊക്കെ ഈ കാര്യത്തിൽ പറയുന്നില്ലേ? ഞങ്ങൾ 10 വർഷം മുമ്പേ ഞങ്ങൾ അന്നത്തെ MLA അടുത്ത് ഞങ്ങൾ പറഞ്ഞതാണ് ഈ ഡ്രെയിനേജ് സ്ലാബ് ഇടാനും അതേപോലെ കൈവരികൾ സ്ഥാപിക്കാനും. പക്ഷേ പൊതുമരാമത്ത് വകുപ്പും അന്നത്തെ ബന്ധപ്പെട്ടവരും ആരും തന്നെ അത് വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധിച്ചില്ല.